ശബരിമല സമരകേന്ദ്രം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തും. അനിശ്ചിതകാല സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടാണ് സമരമെങ്കിൽ ആ സമരം അവർ ശബരിമലയിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് സമരം മാറ്റണം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ നിർദ്ദേശം അന്ന് BJP തള്ളിക്കളഞ്ഞെങ്കിലും ഇനി സമരകേന്ദ്രം സെക്രട്ടേറിയറ്റ് നടയാവുകയാണ്. ശബരിമലയിലെ പോലീസ് നിയന്ത്രണത്തിന് ഇളവ് വന്നതോടെയാണ് സമരവും അവിടെ നിന്ന് മാറ്റുന്നത്. എന്നാൽ CPMന്റെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരമല്ല സമരകേന്ദ്രം മാറ്റുന്നതെന്നും BJP പറയുന്നു. യുവതീ പ്രവേശനത്തിൽ നിന്ന് സമര വിഷയവും മാറുകയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എൻ രാധാകൃഷ്ണൻ 3-ാം തീയതി മുതൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പ് നിരാഹാരം നടക്കും. ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകന്മാർ ഇപ്പോഴും നിശ്ചയിച്ചിട്ടുള്ള 15 ദിവസത്തേക്കുള്ള നിരാഹാര സമരമാണ്. അടുത്ത മാസം 5 മുതൽ പഞ്ചായത്ത് തലത്തിൽ അയ്യപ്പ ഭക്ത സദസ്സും BJP സംഘടിപ്പിക്കും. പാർട്ടിയിലേക്ക് പുതുതായി വരുന്നവരെ ഈ സദസ്സിൽ സ്വാഗതം ചെയ്യും. ഡിസംബർ 17 വരെയുള്ള സമരപരിപാടികൾക്കാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്ന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം രൂപം നൽകിയത്. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിയോഗിച്ച സമിതി 2, 3 തീയതികളിൽ കേരളത്തിലെത്തുമെന്നും PS ശ്രീധരൻപിള്ള അറിയിച്ചു. PC ജോർജുമായി ഇപ്പോഴുള്ളത് നിയമസഭയിലെ സഹകരണമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിലെ സമരം BJP പിൻവലിച്ചില്ലെങ്കിൽ അത് നല്ല കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം സ്വാഭാവികമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷത BJPക്ക് മനസ്സിലായെന്നതിന്റെ തെളിവാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ മതനിരപേക്ഷ കരുത്ത് വളരെ വലുതാണ്. ആ മതനിരപേക്ഷ മനസ്സിന്റെ ദൃഢതയെ അത്ര വേഗം ആർക്കും മുലക്കാൻ കഴിയില്ല. അതാണിപ്പോൾ വസ്തുതാപരമായി ശരിയായി വന്നിട്ടുള്ളത്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വരുന്നു എന്ന് പറയുന്നത് അത് സാധാരണ ഒരുപാട് സമരങ്ങൾ ഇവിടെ വരുന്നതാണ്. അതിലൊരു പുതുമയുമില്ല. ഇവിടെ ഉപവാസം കിടക്കുമെന്നടക്കം പ്രഖ്യാപിക്കുന്ന നില ബന്ധായി കാണുന്നുണ്ട്. അതിലൊന്നും സാധാരണഗതിയിലൊരു തെറ്റും പറയാനില്ല. പക്ഷേ ഉന്നയിച്ച ആവശ്യങ്ങൾ ചിലത് ഉന്നയിക്കാൻ പറ്റുന്നതാണോ എന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അനുസരിച്ച് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഭാഗമായി കേസുകളും നടപടികളും ഉണ്ടാകും. അത് പിൻവലിക്കണമെന്നും പറഞ്ഞ് സമരം നടത്തിയാൽ അതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്നത് ഈ നേരത്തെ നടത്തിയ സമരം പോലെ തന്നെ അതിന്റെ അനുഭവം എന്താകും അവർ ആദ്യം തന്നെ മനസ്സിലായിക്കൊള്ളണം. സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങൾ ആരുന്നയിച്ചാലും അവർക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് BJPയുടെ അനുഭവം. അതേ അനുഭവം ഇതിന്റെ തുടർച്ചയായിട്ട് UDFനും ഉണ്ടാകും. ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പോലീസ്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചത്. കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വാറന്റ് നിലവിലില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദ്യം തെറ്റാണ്. നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ 21-നാണ് കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ ഇതിന് തലേദിവസം 20-ന് രാവിലെ തന്നെ കണ്ണൂർ കോടതിയുടെ പ്രൊഡക്ഷൻ വാറന്റ് കൊട്ടാരക്കര സബ് ജയിലിൽ എത്തിച്ചു. സുരേന്ദ്രന്റെ അറസ്റ്റ് നിയമപരമാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും പ്രൊഡക്ഷൻ വാറന്റ് രേഖകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. വാറന്റ് നിലനിൽക്കുന്നതല്ല എന്ന വാദം കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ ആവർത്തിച്ചു. ഇരുഭാഗത്തിന്റെയും പ്രത്യേകവാദം പൂർത്തിയായ സാഹചര്യത്തിൽ കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. 2 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന. ഉച്ചവരെ 26,100 പേരാണ് ദർശനത്തിനെത്തിയത്. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ തീർത്ഥാടനവും വിരിവെപ്പും സുഗമമായി. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ദർശനത്തിനെത്തിയ മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ അൻപുമണി രാമദോസ് പറഞ്ഞു. സന്നിധാനത്ത് ഇന്നലെ രാത്രിയാണ് പോലീസ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തിയത്. വലിയ നടപ്പന്തലിൽ വിരിവെക്കുന്നതിനും നാമജപം നടത്തുന്നതിനുമുള്ള വിലക്ക് നീക്കി. നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. എന്നാൽ നിരോധനാജ്ഞ പിൻവലിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന നിലപാടിലാണ് പോലീസ്. IG ദിനേന്ദ്ര കാശ്യപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാളെ സന്നിധാനത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കും. മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ അൻപുമണി രാമദോസ് ദർശനത്തിനെത്തി. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു പ്രതികരണം. I feel that the judiciary shouldn't interfere into the religious faith. Should not interfere in this. തിരക്ക് കുറവായതിനാൽ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. പോലീസിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയ്യപ്പനെ നല്ല കാണാൻ പറ്റി. വെരി കംഫർട്ടബിൾ.
very superb. Drinking water, traveling, our food, our darshan, very good feeling. നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ വരുമാനവും വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. എന്നാൽ നാളെ ചുമതലയേൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. സന്നിധാനത്ത് നിന്ന് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, ന്യൂസ് 18. ശബരിമല സമരത്തിന്റെ മറവിൽ സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് പണമുണ്ടാക്കാൻ ശ്രമമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ദേവസ്വം ബോർഡിന് കീഴിൽ വരുമാനം കുറവുള്ള 1200 ക്ഷേത്രങ്ങളിൽ ആരും അവകാശം ഉന്നയിക്കുന്നില്ല. പമ്പയിൽ നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ചെലവായ 25 കോടി രൂപയും നിർമ്മാണ ചുമതലയുള്ള ടാറ്റ കൺസൾട്ടൻസി സൌജന്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. മാളികപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുൾപ്പെടെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യും. സന്നിധാനത്തും നിലയ്ക്കലിലും ദിവസവും അവലോകന യോഗം ചേരുമെന്നും പത്മകുമാർ നിലയ്ക്കലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിൽ CPI കൌൺസിലിൽ അഭിപ്രായ ഭിന്നതയുണ്ടായില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളും ഉയരും. അത് പാർട്ടി തീരുമാനമല്ല. ഇടതുമുന്നണിക്ക് യോജിച്ച പ്രവർത്തനമാണ് സർക്കാരിന്റേതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലപ്പോഴും കമ്മിറ്റികളിലൊക്കെ പ്രകടിപ്പിക്കുക. ആളുകൾ പറയാറുണ്ട് അഭിപ്രായമുള്ളവരുടെ ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് അഭിപ്രായങ്ങൾ സ്വാഭാവിക പാർട്ടി എടുക്കുന്ന നിലപാട്. സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ വിരമിക്കൽ ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Agree for a mediated award arrived at by a settlement between the parties with the intervention of the arbitrator himself. Probably he can be a role of an arbitrator, can be a mediator, of a conciliator, whatever it is. All the roles combined, if he can have some sort of a contribution that will prevent, that will actually help the court in reducing the workload. That way, my appeal to the lawyers' fraternity is, please identify the cases which you can talk between yourselves and there could be a settlement. And if this is a case which can be settled, please tell the court that please refer it to the mediation center, or please refer to some of the eminent senior counsel here who have proved themselves to be wonderful mediators, including the Solicitor General of India. He is also one of the mediators, and all those people know you can work wonders. Thank you very much. Your words have touched my heart, and I'm deeply overwhelmed and deeply touched by the what they call the encomiums that you have paid to me. Let me not forget one great judge in Kerala when I was only just 8 years in my practice, and that is late Mr. Justice V.S. Malimat, who paid a rich encomium to me in one paragraph of a judgment that is reported in 1988 1 KLT 727, and that has taken me a long way. So this I always remember, that when youngsters argue before the court, if they are performing well, we must encourage them and record our appreciation for their arduous effort. That will give them a lot of encouragement, lot of inspiration, and lot of help for taking them to their life forward. The way the learned Chief Justice of India said that you can also think of a different line of being part of this great mission of achieving the institutional mission of the constitutional mission. Thank you so much, including all the wonderful friends who have come from here, from various parts. I find the learned Advocate General from Kerala is here, Advocate General from Himachal was here, and a lot of lawyers have come. And I belong to a family of 7. 5 വർഷവും 8 മാസവും നീണ്ടുനിന്ന സേവനത്തിന് ശേഷമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സുപ്രീം കോടതിയുടെ പടിയിറങ്ങുന്നത്. പ്രമാദമായ നിരവധി വിധി പ്രസ്താവങ്ങളിലൂടെയും വിയോജിപ്പുകളിലൂടെയും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ഇടം പിടിച്ചാണ് സുപ്രീം കോടതിയിലെ മലയാളി മുഖമായ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ വിരമിക്കൽ. ഇന്നും സഭാസ്തംഭനം.
തുടർച്ചയായ രണ്ടാം ദിവസവും ശബരിമല വിഷയത്തിൽ സ്തംഭിച്ച നിയമസഭ. ചോദ്യോത്തരവേള റദ്ദാക്കി ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു ബഹളം. നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോൾ നടപടികൾ റദ്ദാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 9 സഭ ചേർന്നപ്പോൾ തന്നെ ചോദ്യോത്തരവേള റദ്ദു ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സൗകര്യവുമില്ല എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടയം മെമ്പർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അത് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബഹുമാനപൂർവ്വം ഞാൻ സ്പീക്കറുടെ മുമ്പിൽ വെക്കുകയാണ്. അനുവദിക്കരുതെന്ന് മുഖ്യമന്ത്രി. അത് വിശദമായി ഈ സഭയിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയം തന്നെ അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോ സഭ നിർത്തി ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ദയവായിട്ടത് മനസ്സിലാക്കണം. ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നത് പ്രായോഗികമല്ല. ഈ വിഷയം ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ ഇവിടെ സംസാരിച്ചതാണ്. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക്. 26 എന്നിവയുടെ ലംഘനമാകയാൽ ആഴ്ന്ന റദ്ദു ചെയ്ത് പ്രായഭേദമന്യേ MLA-മാരെ കുറിച്ച് ഗവർണർ നടത്തിയ പ്രസ്താവന ഇതിനിടെ സ്പീക്കർ ഓർമ്മപ്പെടുത്തി. തങ്ങളാരും സ്പീക്കറുടെ കസേര മറിച്ചിട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ MLA-മാരുടെ മറുപടി. ദേവസ്വം ബോർഡ് പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടിക്രമങ്ങൾ റദ്ദു ചെയ്ത് നിയമസഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. ഇതോടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നിയമസഭയ്ക്ക് പുറത്തേക്ക്. കമ്മിറ്റിയെ കൊണ്ട് അവിടെ സന്ദർശിച്ച് പഠനം നടത്തി റിപ്പോർട്ട് വയ്ക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. സംയുക്ത നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് ശബരിമല വിഷയത്തിൽ മാത്രം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമെന്ന് സർക്കാരിന്റെ മറുപടി. ശബരിമല വിഷയത്തിൽ UDF ചെന്നുപെട്ട അപമാനകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നലെയും ഇന്നുമായി ശബരിമല പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് UDF നടത്തുന്നതായിട്ടുള്ള നാടകം കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ 2683.18 കോടി രൂപ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ 688.48 കോടി ഇതുവരെ ചെലവായി. പുനർനിർമ്മാണത്തിന് 31,000 കോടി രൂപ ആവശ്യമുണ്ട്. ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകും വിധം പഠനങ്ങൾക്ക് ശേഷമാകും ഇനിയുള്ള പുനർനിർമ്മാണങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 688 കോടി 48 ലക്ഷമാണ്. വീടുകളുടെ നാശനഷ്ടത്തിന് CMDRF-ൽ നിന്ന് 1357 കോടി 78 ലക്ഷമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ 31,000 കോടി രൂപയാണ് വരുന്ന ചെലവ് നേരത്തെ പറഞ്ഞല്ലോ. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 987 കോടി 73 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നമുക്ക് ചെറിയ ചില ആശങ്കകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ DGP ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പം മഹാകാണിക്കയുടെ അവിടെയും അതുപോലെ തന്നെ വാവരുനടയുടെ അവിടെയുമുള്ള ബാരിക്കേഡുകൾ മാറ്റണമെന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം. അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിൽ എന്ത് നിയന്ത്രണം നടത്തുന്നതിനും ദേവസ്വം ബോർഡ് എതിരല്ല. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നമോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരാതിരിക്കാൻ അത് നോക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുമുണ്ട്. അപ്പോൾ പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രൗഡ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസുമായി ചർച്ച ചെയ്തത്. എന്തായാലും ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം DGPയെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് എന്തായാലും ഞങ്ങൾ കൂടുന്ന യോഗത്തിൽ അക്കാര്യത്തെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ട് അക്കാര്യങ്ങളിൽ തീരുമാനം എടുക്കാം. 144 നാളെ രാത്രി 12 മണി വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് നീളുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ? അത് ദേവസ്വം ബോർഡ് അല്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ അധികാരപരിധി വരുന്ന കാര്യമല്ല. അത് സ്വാഭാവികമായിട്ട് എന്താണോ ഇന്റലിജൻസ് റിപ്പോർട്ട്, ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റും പോലീസും ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ പോലീസിന്റെ
ഒക്കെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കി ഗവൺമെൻറ് അതിന് യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അധികം താമസിയാതെ വളരെ ശുഭകരമായിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് തരാൻ കഴിയും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതിൻ്റെ സൂചനയാണല്ലോ ഇന്ന് ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ ശബരിമലയിൽ എന്തായാലും ഒരു കുഴപ്പമുണ്ടാകുക, എല്ലാവരും മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ വരുന്നത്. ശബരിമലയിൽ മനുഷ്യൻ്റെ മനസമാധാനത്തിന് ദോഷമുണ്ടാകുന്ന ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അത് അധികം താമസിയാതെ തന്നെ ബാക്കി കാര്യങ്ങളൂടെ പറയാൻ കഴിയും. ഇന്ന് ദേവസ്വം മന്ത്രി സഭയിൽ പറഞ്ഞായിരുന്നു, ദേവസ്വം ബോർഡിന്റെ നിലപാടെന്ന് പറയുന്നത് യുവതീ പ്രവേശനം വേണ്ടെന്ന നിലപാടിലാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ദേവസ്വം ബോർഡ് ഭാഗത്ത് എടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടവരുമായി ആലോചിച്ച് അവധാനതയോടുകൂടി തന്നെ തീരുമാനിക്കാം. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതല്ല പ്രശ്നം. ഇപ്പോൾ യുവതികൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കുക, അതല്ലെങ്കിൽ അതല്ലാതിരിക്കുക, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ശബരിമല ക്ഷേത്രം സമാധാനത്തിന്റെ കേന്ദ്രമായി നിൽക്കണം എന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അധികം താമസിയാതെ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഞങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് പറയാൻ കാരണം. ഇവിടെ വന്ന് ഈ തീർത്ഥാടകരോട് സംസാരിച്ച് വ്യാപകമായ രീതിയിലുള്ള കുപ്രചരണങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ അതിനെ മറികടക്കാൻ ദേവസ്വം ബോർഡ് ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങളൊന്നും എടുക്കുന്നു? ആ കുപ്രചരണങ്ങൾ ഒട്ടേറെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണമിടാൻ പാടില്ല, കാണിക്കയിടാൻ പാടില്ല. ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് അവനാണല്ലോ തീരുമാനിക്കുക. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുക, അവിടെ ക്ഷേത്രങ്ങളിൽ പണം ഇടാൻ പാടില്ല എന്ന് പറയുക. ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ആരെയാണ് തോപ്പിക്കുന്നത്? ആരെ തോപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? ഞാനോ ശങ്കരദാസ് സാറോ അതല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന മെമ്പറോ ഞങ്ങളെയാണോ തോപ്പിക്കുന്നത്? ഞങ്ങൾ തോക്കാൻ ഞങ്ങൾക്ക് 2 വർഷമല്ലേ ഉള്ള ആകെ. ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും നിലനിൽക്കേണ്ടതല്ലേ? അപ്പോൾ ഞങ്ങളെ കണ്ട് അല്ലെങ്കിൽ മറ്റൊരാളിനെ കണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1258 ക്ഷേത്രങ്ങളും കേരളത്തിലാകെയുള്ള മറ്റ് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമാണ് തകരുന്നത്. അപ്പോൾ സ്വാഭാവികമായി പുതിയതായി ഉയർന്നു വരുന്ന ചില ക്ഷേത്രങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ഷേത്രങ്ങൾ തകരും. ആ ക്ഷേത്രങ്ങളെ തകർക്കലാണോ ഇവരുടെ ഉദ്ദേശം? അത് മാത്രമല്ല, 6000-ലധികം വരുന്ന ജീവനക്കാരും 6000-ലധികം വരുന്ന പെൻഷൻകാരും ഇവരെല്ലാം ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളായിട്ടുള്ള ക്ഷേത്ര ജീവനക്കാരുടെയും ക്ഷേത്രത്തിലെ പെൻഷൻകാരുടെയും പിന്നെ അവരുടെ കുടുംബജീവിതം തന്നെ തകർക്കലാണോ ഇവരുടെ ഉദ്ദേശം? തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പീഡന പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചത്. പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടും പീഡിപ്പിച്ച നേതാവിനെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതി ലഭിച്ചിട്ടും KPCC നേതൃത്വം നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചത്. കോൺഗ്രസ് പ്രാദേശിക നേതാവ് KJ യദുകൃഷ്ണനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നുവെങ്കിലും ഇയാൾ ഒളിവിലാണ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. അവസാന അഭയമായാണ് രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നതെന്നും KSU പ്രവർത്തക കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുമെന്നാണ് കരുതുന്നതെന്നും പെൺകുട്ടി പറഞ്ഞു. ഉറച്ച വിശ്വാസമുണ്ട് പാർട്ടിയിൽ. ഒരിക്കലും ഞാൻ രാഹുൽ ഗാന്ധിക്ക് കംപ്ലൈന്റ് കൊടുത്തത് ഒരിക്കലും പാർട്ടിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. എല്ലാവരും ഇതറിഞ്ഞിരിക്കണമെന്നുള്ളൊരു ഇതിൽ മാത്രമാണ് ഞാൻ പാർട്ടിയിൽ രാഹുൽ ഗാന്ധിക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും പാർട്ടിയിൽ ഉറച്ച വിശ്വാസമുണ്ട്. അവർ പോലീസിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം പാർട്ടി നിലപാടെടുക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ജൂലൈ 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അപകടത്തിൽ കാലിന് പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴാണ് വീട്ടിലെത്തിയ യദുകൃഷ്ണ മോശമായി പെരുമാറിയതെന്നാണ് പരാതി. ഇതിന്റെ പേരിൽ പിന്നീട് റോഡിൽ വെച്ച് അപമാനിച്ചു. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തി, പീഡിപ്പിക്കുകയും പിന്നീട് അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയത്. FIRന്റെ പകർപ്പുകൾ സഹിതം ഇന്നലെയാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലായിരുന്നു KPCC നേതൃത്വം. സുവി വിശ്വനാഥൻ, ന്യൂസ് 18,
തൃശൂർ. കുട്ടനാട്ടിൽ നിർമ്മിച്ചയുടൻ തകർന്ന ബണ്ടിന്റെ പണം കരാറുകാരന് നൽകാൻ ഉദ്യോഗസ്ഥന്റെ വഴിവിട്ട ഇടപെടലെന്ന ആരോപണം. പണം കൈമാറരുതെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് 3 തവണ കത്തയച്ചു. ഇത് നിയമവിരുദ്ധമായ ഇടപെടലാണെന്ന് കാണിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട റാണി ചിത്രക്കായലിലെ C&D ബ്ലോക്ക് പാടശേഖരത്തിന്റെ പുറംബണ്ട് നിർമ്മാണമാണ് വിവാദത്തിലായത്. 2016 സെപ്റ്റംബറിലാണ് 24 കോടി രൂപയുടെ ബണ്ട് പൂർത്തിയായത്. 1.5 മാസം പിന്നിട്ടപ്പോൾ തന്നെ 120 മീറ്റർ മട വീണ് തകർന്നു. കരാർ കാലത്തുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തം നിർമ്മാണ കമ്പനിക്കാണെന്ന് ചൂണ്ടിക്കാട്ടി തകർന്ന ഭാഗത്തിന്റെ ചിലവായ 2,95 ലക്ഷം രൂപ നൽകരുതെന്ന് സർക്കാർ ഉത്തരവിട്ടു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമാണ് തകർന്നതെന്നും ഉത്തരവാദിത്തമില്ലെന്നും കാണിച്ച് നിർമ്മാതാക്കളായ മേരിമാത കൺസ്ട്രക്ഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. നിയമ നടപടി തുടരുന്നതിനിടെയാണ് പണം കൈമാറാൻ ആവശ്യപ്പെട്ട് മങ്കൊമ്പ് ജലവിഭവ വകുപ്പ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 3 തവണ കുട്ടനാട് ഡെവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്തയച്ചത്. AXയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുട്ടനാട് ഡെവലപ്മെന്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നു. പണം കൈമാറരുതെന്ന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം, ഒപ്പം കോടതിയിൽ കേസും നിലനിൽക്കുന്നു. എന്നിട്ടും ഇതിനെയെല്ലാം മറികടന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തിനായിരിക്കും ബില്ല് മാറാൻ നിരന്തരം ശ്രമിക്കുന്നത്? ഇതിൽ അദ്ദേഹത്തിന്റെ ലാഭം എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടനാട്ടിൽ തകർന്ന ബണ്ടിന്റെ പണം സർക്കാർ ഉത്തരവ് മറികടന്ന് കരാറുകാരനു കൈമാറാനുള്ള നീക്കത്തിൽ ജില്ലാ കളക്ടർ S. സുഹാസ് റിപ്പോർട്ട് തേടി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഞാനത് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. സോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വിളിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാൻ എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കാം. നോട്ട് സാധുവാക്കൽ അതിക്രൂര നടപടിയായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ രാജിവെച്ച അധ്യാപനത്തിലേക്ക് മടങ്ങിയ ശേഷം എഴുതിയ പുസ്തകത്തിലാണ് വിമർശനം. UPA ഭരണകാലത്തെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കുറവാണെന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്ക് ചോദ്യം ചെയ്ത് കോൺഗ്രസ് രംഗത്തെത്തി. പുതിയ കണക്കുകളാണ് സമഗ്രം എന്നായിരുന്നു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി. രാജ്യത്തെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷ കർഷക സംഘടനകളുടെ റാലി ആരംഭിച്ചു. 210 കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധം നടത്തുന്നത്. കാർഷിക കടമുക്തി നിയമം, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കൽ നിയമം എന്നിവ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി. കൊല്ലം പറവൂർ കോട്ടപ്പുറം അഞ്ചുകല്ലുമൂട്ടിൽ G. ശശിധരൻ പിള്ള നിര്യാതനായി. 78 വയസ്സായിരുന്നു. അസുഖബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. NSS കുന്നത്തൂർ താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ ലീലാദേവി അമ്മ. ന്യൂസ് 18 കേരളം സീനിയർ ന്യൂസ് എഡിറ്റർ S. ലല്ലു, ശൈലേഷ് എന്നിവർ മക്കളാണ്.